ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമുക്കറിയാം, കോവിഡ് പല ആളുകളിലും പല രീതിയിലാണ് ലക്ഷണങ്ങൾ വരുന്നത്. ചില ആളുകളിൽ ലക്ഷണങ്ങളെ വരാറില്ല, 40% ലക്ഷണമില്ലാതെ തന്നെ പോകും. പക്ഷെ ചില ആളുകളിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ, ഡിഫറെൻറ്റ് ലക്ഷണങ്ങളാണ് കാണുന്നത്. ഏകദേശം 14ഓളം ലക്ഷണങ്ങളാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള 6 ലക്ഷണങ്ങൾ ആദ്യം പറഞ്ഞുതരാം. പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, മണം കിട്ടാതെ വരിക, സ്വാദ് കിട്ടാതെ വരിക, വയറിളക്കം. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള 6 ലക്ഷണങ്ങൾ. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ ലക്ഷണങ്ങളും വരുന്നത്. ഇപ്പം UK നടന്ന ഒരു പഠനത്തിൽ അവിടെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം കൂടെ അവിടെ ഏകദേശം ലക്ഷക്കണക്കിന് കേസുകൾ വന്നതിൽ എല്ലാ പേഷ്യൻസിനെയും ഒരു 6 തരം ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു. അതിൻ്റെ അകത്ത് ആദ്യത്തെ 3 ഗ്രൂപ്പിലുള്ളവർ വളരെ സേഫ് ആണെന്നും 4, 5, 6 ഗ്രൂപ്പിലുള്ളവർ കുറച്ച് ക്രിട്ടിക്കൽ ആകാൻ സാധ്യത ഉള്ളവരാണെന്നും അവർക്ക് തരംതിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് ഈ പനി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എന്ത് വാർണിംഗ് സിഗ്നലാണ് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം 6 തരത്തിലുള്ള കോവിഡ് രോഗങ്ങളാണ് നമുക്ക് വ്യത്യസ്ത തരത്തിൽ പല ആളുകളിലും കാണുന്നത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാർ ഏകദേശം ലണ്ടൻ കിങ്സ് കോളേജിൽ നിന്ന് ഗവേഷണം നടത്തി അവിടെയുള്ള എല്ലാ പേഷ്യൻസിനെയും 6 ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രോഗിക്ക് ഓക്സിജൻ സിലിണ്ടർ വേണോ, വെന്റിലേറ്റർ സഹായം വേണോ എന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു 6 ലക്ഷണങ്ങൾ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുമ്പോൾ പനിയില്ല, പക്ഷെ തലവേദന ഉണ്ട്, മണം കിട്ടാതെ വരിക, ശരീരവേദന, ചെറിയ രീതിയിലുള്ള ചുമ, ചെറിയ നെഞ്ചുവേദന. രണ്ടാമതായിട്ട് പനിയുണ്ട്, അതിൻ്റെ കൂടെ തലവേദന, മണം കിട്ടാതെ വരിക, ചുമ, തൊണ്ടവേദന, വിശപ്പില്ലായ്മ. മൂന്നാമതായിട്ട് വയറിളക്കമായിട്ടുള്ള സിംറ്റമാണ്, GIT ട്രാക്ട്, വയറ് സംബന്ധമായിട്ടുള്ള തലവേദന, മണം കിട്ടാതെ വരിക, അതുപോലെ വിശപ്പില്ലായ്മ, വയറിളക്കം, ഇവിടെ ചുമയില്ല. ഈ 3 കാറ്റഗറി വളരെ സേഫാണ്, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും വരില്ല, അവർക്ക് തന്നെ അങ്ങ് അസുഖം മാറിക്കോളും. ഇനി 4ാമത്തെ കാറ്റഗറി, അവിടെ തലവേദനയുണ്ട്, മണം കിട്ടാതെ വരിക, ചുമ, പനി, അതുപോലെ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം പിടിച്ച് ഏറ്റവും അവസാനമാകുമ്പോൾ ഒരു വേദന, ആ രീതിയിലുണ്ടെങ്കിൽ അത് കാറ്റഗറി 4 ആണ്. കാറ്റഗറി 5 എന്ന് പറയുമ്പോൾ അവിടെ കൺഫ്യൂഷനാണ്, ചെറിയ സ്വബോധത്തിലുള്ള വ്യത്യാസം, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പരസ്പര ബന്ധമില്ലാതെ കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരു ബന്ധമില്ലാതെ ഓറിയൻറ്റേഷൻ പതുക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തലവേദന, മണം കിട്ടാതെ വരിക, ചുമ, പനി, പിന്നെ തൊണ്ടവേദന, ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന. ഇതാണ് കാറ്റഗറി 5. കാറ്റഗറി 6 എന്ന് പറഞ്ഞാൽ അവിടെ GIT ട്രാക്ട്, വയറുമുണ്ട്, അതുകൂടെ ശ്വാസകോശമുണ്ട്, രണ്ടും GITയും റെസ്പിറേറ്ററിയും ഉണ്ട്. ഇവിടെ തലവേദന ഉണ്ടാവും, മണം കിട്ടാതെ വരാം, പനി വരാം, ചുമ വരാം, അതുപോലെ ത്രോട്ട് പെയിൻ, തൊണ്ടയിൽ വേദന വരാം, നെഞ്ചുവേദന, ശ്വാസം എടുത്ത് പിടിക്കുമ്പോൾ വേദന വരാം, കൺഫ്യൂഷൻ, സ്വഭാവത്തിലുള്ള വ്യത്യാസം വരാം, ശ്വാസം മുട്ടൽ വരാം, വയറിളക്കം വരാം. ഈ കാറ്റഗറിയും 5ഉം 6ഉം ആണ് കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിംറ്റംസ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ 5ാമത്തെ ദിവസം ആകുമ്പോൾ സാധാരണഗതിയിൽ ഈ ലക്ഷണങ്ങളെല്ലാം പ്രകടിപ്പിച്ചിരിക്കും. പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും 5 ദിവസത്തിൻ്റെ അകത്ത് ഇത് വന്നിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, 5ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഏത് ദിശയിലോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാനായിട്ട് കഴിയും. ഇതൊക്കെയാണെങ്കിലും നമുക്ക് വാർണിംഗ് സിഗ്നൽസ് അറിയണം, അപകട സൂചനകൾ നമ്മൾ സ്വന്തമായി തിരിച്ചറിയാനായിട്ട് കഴിയണം. അപ്പോൾ അതിനായിട്ട് ഏകദേശം 5 കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, നമ്മൾ ശ്വാസം എടുക്കുന്ന സ്പീഡ് നോക്കുക. നമ്മൾ കിടക്കുക, അതിനുശേഷം നമ്മുടെ കൈ വെച്ചതിന് ശേഷം എത്ര പ്രാവശ്യം നമ്മുടെ വയറ് പൊങ്ങുന്നോ, 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം പൊങ്ങുന്നോ നോക്കുക. സാധാരണഗതിയിൽ അത് 20ന്റെ താഴെ ആയിരിക്കും, 30ന്റെ മുകളിലുണ്ടെങ്കിൽ ഒരു അപകട സൂചനയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ പൾസിൻ്റെ റേറ്റ് നോക്കണം. നമ്മുടെ തള്ളവിരലിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് നമ്മൾ 2 വിരൽ വെച്ച് പൾസ് ഫീൽ ചെയ്ത് നോക്കുക, അതും സമാധാനത്തോടെ നോക്കുക. നോർമലി അത് 100ന്റെ താഴെ ആയിരിക്കും, 125ന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ അബ്നോർമൽ എന്ന് പറയും. അപ്പോൾ അപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. മൂന്നാമതായിട്ട് കാപ്പിലറി റീഫിൽ ടൈം, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കൈ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിടുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പെട്ടെന്ന് റീഫിൽ ആവും, നമ്മുടെ വിരലിലോട്ട് പെട്ടെന്ന് ഫില്ലാവും. അത് 2 സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതും അബ്നോർമലാണ്. നമ്മുടെ BP കുറയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് കാപ്പിലറി റീഫിൽ ടൈം പ്രലോങ് ആവുന്നതിൻ്റെ അവസ്ഥ. അടുത്തത് നമ്മുടെ തൊലിയുടെ കളർ, സ്കിന്ന് മാറുന്നു ബ്ലൂ ആയിട്ട്, പ്രത്യേകിച്ചും നഖത്തിൻ്റെ അറ്റം, മൂക്ക്, ചെവി, അതുപോലെ ലിപ്സ്, നമ്മുടെ ചുണ്ട്, അതുപോലെ നാക്ക്, ചെവിയുടെ അറ്റം, ഇതെല്ലാം കളർ മാറി ബ്ലൂയിലോട്ട് മാറുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. അടുത്ത് നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ്, നമ്മൾ സംസാരിക്കുമ്പോൾ പരസ്പര ബന്ധമില്ലാതെ കാര്യം സംസാരിക്കുന്നു, നമുക്ക് എവിടെയാണ് നമ്മൾ ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ പേര് മറന്നു പോകുന്നു, അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ കൂടുതൽ ഉറക്കം വരുന്നു, ഇതെല്ലാം അപകട സൂചനകളാണ്.
ഇതിലേതെങ്കിലും 5 എണ്ണത്തിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം. ഏകദേശം 6 തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ 5 ലക്ഷണങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സിംറ്റംസ് ഒന്നുമാണ് ഈ പറഞ്ഞ 6 എണ്ണം ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ട്രീറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരാൾക്കും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കഴിയുന്നില്ല. കേസ് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചില ജീവനുകൾ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. കാരണം ഈ വാർണിംഗ് സിഗ്നൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഈ കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയും. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.